ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് ബീഫിൻ്റെ കരൾ കിട്ടിയിട്ടുണ്ട്, ലിവർ. അത് വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കലാന്ന്. ലിവർ ഫ്രൈ വീഡിയോയിലേക്ക് പോകാം. ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുങ്ങനെ ചതച്ച് വെച്ചതാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പറ്റുമ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാനൊരു 1.5 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടി നന്നായി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പൊടികളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നാടൻ കുരുമുളക് പൊടി എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്പൂണിന് ഒരു 2.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുക. ഇത് ഈ ലിവർ ചേർത്ത് കൊടുക്കലാണ്. ലിവർ അധികം ചെറുതാക്കിയിട്ടുള്ള എടുത്തിന് ഈ ഒരു സൈസിൽ മുറിക്കണം, ഇല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അകത്ത് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്താലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരിക. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചപ്പ് ഇതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില പോക്കാന്ന്. മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ല ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കുരുമുളകിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഉണ്ട് ഇതിൽ. നല്ലോണം ഞാൻ നന്നായിട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്. ലിവറിനെല്ലാം നന്നായിട്ട് കുരുമുളകാണ് വേണ്ടത്. ഇതാ സൂപ്പർ ലിവർ ഫ്രൈ. ബീഫിൻ്റെ ലിവറാണിത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം. ഇതുപോലുള്ള മറ്റു വീഡിയോകളായിട്ട് വരുന്നത് വരെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോയിലായിട്ട് ഞാൻ വരുന്നത് വരെ ബായ്.